ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75ാം വാർഷികാഘോഷ നിറവിലാണ് രാജ്യം ഇന്ന്. 75 വർഷം മുൻപ് 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. നവംബർ 26 ദേശീയ നിയമ ദിനമായും സംവിധാൻ ദിവസ് എന്നും അറിയപ്പെടുന്നു. പിന്നീട് 1950 ജനുവരി 26-നാണ് ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായും ആചരിക്കുന്നു. ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതിനും അത് പ്രാബല്യത്തിൽ വന്നതിനും ഇടയിലുള്ള 2 മാസക്കാലം ഭരണഘടനയുടെ കരടിന്റെ വിശദമായ വായനയ്ക്കും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കുള്ള വിവർത്തനത്തിനും വേണ്ടിയാണ് വിനിയോഗിച്ചത്. 1950 ജനുവരി 24-ന് ഭരണഘടനയുടെ 2 കയ്യെഴുത്തു പ്രതികളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചു. അതേ വർഷം 2 ദിവസങ്ങൾക്ക് ശേഷം ഭരണഘടന നിയമമായി മാറുകയും ചെയ്തു. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത പേരാണ് ഡോക്ടർ ഭീം റാവു അംബേദ്കറുടേത്. ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ഇല്ലാതെ ഭരണഘടനയെക്കുറിച്ചുള്ള യാതൊന്നും പൂർണ്ണമാകില്ലെന്ന് ചുരുക്കം. BN റാവു, സുരേന്ദ്രനാഥ് മുഖർജി എന്നിവരും അംബേദ്കർക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടവർ തന്നെ. 2015 ഒക്ടോബർ 11-ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ സ്മരണയ്ക്ക് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 2015 അംബേദ്കറുടെ 125ാം ജന്മവാർഷികം കൂടിയായിരുന്നു. 2015 നവംബർ 19-ന് ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യൻ സർക്കാർ നടത്തി. ജനങ്ങളെ ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും അംബേദ്കറുടെ ആശയങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വലിയ തരത്തിലുള്ള അസമത്വവും വൈവിധ്യവും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യം അധികകാലം അഖണ്ഡമായി മുന്നോട്ടു പോകില്ല എന്ന് പലരും പലവട്ടം വിധിയെഴുതി. എന്നാൽ ആ പ്രവചനങ്ങളൊക്കെ തെറ്റിച്ച് രാജ്യം ബഹുദൂരം മുന്നോട്ടു പോയി. ഇപ്പോഴും ജൈത്രയാത്ര തുടരുകയാണ്. ഇതിൽ ഭരണഘടന വഹിക്കുന്ന പങ്ക് വലുതാണ്.